Hi guys, welcome back to Debug Media. ഇന്ന് നമ്മൾ CSSന്റെ ആനിമേഷന്റെ ക്രാഷ് കോഴ്സിലേക്കാണ് കിടക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ CSSന്റെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ പ്രോപ്പർട്ടീസും കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് CSSനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ എൻ്റെ CSSന്റെ കോഴ്സ് ആദ്യം പോയി കാണുക. അതിനുശേഷം ഞാൻ CSSൽ തന്നെ കുറേ എക്സ്ട്രാ പ്രോപ്പർട്ടീസും ട്രിക്സും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ കോഴ്സ് കണ്ടാൽ മതി. എന്നാലാണ് നിങ്ങൾക്കിത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ CSS അറിയാത്ത ഒരാൾക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ പോയി കണ്ടാൽ മതി. അതിൽ ഞാൻ സോഫ്റ്റ്വെയറിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സ്ലൈഡിലേക്ക് എടുക്കാം. അപ്പോൾ CSS ആനിമേഷൻ നമ്മൾ എഴുതുന്നത് ആനിമേഷൻ പ്രോപ്പർട്ടിയിൽ കൂടെയാണ്. അപ്പോൾ ഈ ആനിമേഷൻ പ്രോപ്പർട്ടി 4 കാര്യങ്ങൾ എടുക്കും. ഫസ്റ്റത്തെ ആനിമേഷൻ്റെ നെയിം, പിന്നെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ആ ആനിമേഷൻ എത്ര ടൈമിൻ്റെ ഉള്ളിലായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടതും എൻഡ് ചെയ്യേണ്ടതും. പിന്നെ ടൈമിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രാൻസിഷനാണ്. ഈസ് ഇൻ, ഈസ് ഔട്ട്, ലീനിയർ, അങ്ങനെ പല പല പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ ഡിലേ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ആ ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതിനാണ് നമ്മൾ ഡിലേ എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാണ്ട് രണ്ട് പ്രോപ്പർട്ടീസ് എക്സ്ട്രാ ഉണ്ട്. അത് ഞാൻ ഈ സ്ലൈഡിൽ ഇടുന്നില്ല, അത് ഞാൻ കോഡിന്റെ സെക്ഷനിൽ കാണിച്ചിരുന്നതായിരിക്കും. അതും കൂടി ഇട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ അത് ഇടാണ്ടിരുന്നത്. അതിലത്തെ ഒരു പ്രോപ്പർട്ടി നമുക്ക് ആനിമേഷൻ പ്ലേയും പോസും ചെയ്യാനും, പിന്നെ ലാസ്റ്റ് പ്രോപ്പർട്ടി ആനിമേഷൻ എത്ര ടൈം റൺ ചെയ്യണം എന്നാണ്. ഇതിപ്പോൾ ആക്ച്വലി ഒരു ഷോർട്ട് ഹാൻഡ് മെത്തേഡാണ്. ഇത് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ആയിട്ട് എഴുതാൻ പറ്റും. അതിലൊന്നാണ് ആനിമേഷൻ നെയിം, പിന്നെ രണ്ടാമത് ആനിമേഷൻ ഡ്യൂറേഷൻ, പിന്നെ ആനിമേഷൻ ടൈമിംഗ് ഫംഗ്ഷൻ, പിന്നെ ആനിമേഷൻ ഡിലേ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ആനിമേഷനെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ആനിമേഷൻ ആദ്യം എഴുതും, എന്നിട്ട് അതിന് നമ്മൾ ഏത് വേരിയബിളാണ് വിളിക്കുന്നത് അത് നമ്മൾ ഈ ആനിമേഷൻ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് എഴുതുക. പക്ഷേ ഇനി നമ്മൾ ആനിമേഷൻ എഴുതണം. ഇതിപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ളത് ആനിമേഷൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ്. അതായത് ആനിമേഷൻ്റെ നെയിം ഇതായിരിക്കും, ഇത്ര സെക്കൻഡ് വർക്കാവും, ഇത്ര നേരം ഇത് ഓടും. ഇനി നമ്മൾ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യണതാണ് കീ ഫ്രെയിംസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. അപ്പോൾ ഈ കീ ഫ്രെയിംസ് എഴുതുന്നത് എഴുതിയിട്ടാണ്. കീ ഫ്രെയിംസ് എഴുതും, പിന്നെ ആ ആനിമേഷൻ്റെ പേരും എഴുതും. ഫോർ എക്സാമ്പിൾ നമ്മൾ അവിടെ ആനിമേഷനിലെ നെയിം എഴുതില്ല. അപ്പോൾ ഇവിടുത്തെ നെയിമാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുള്ളത് ലോഡിംഗ് ആണ്. അപ്പോൾ ഈ ലോഡിംഗ് ആക്ച്വലി 2 വഴിയിൽ എഴുതാം. ഒന്ന് നമുക്ക് ഫ്രോമും ടൂവും ഇട്ട് എഴുതാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഫ്രോമിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള വിഡ്ത്ത് 0, അല്ലെങ്കിൽ നമുക്ക് വിഡ്ത്ത് 5 പിക്സൽ കൊടുക്കാം. പിന്നെ 2ൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ഞാൻ വിഡ്ത്ത് 200 പിക്സൽ. അപ്പോൾ ഇത് ഞാൻ കൊടുത്തിട്ടുള്ള ഒരു ഡിവൻ ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ 5 പിക്സലിൽ നിന്ന് വിഡ്ത്ത് വലുതായിട്ട് 200 പിക്സലാവും. പക്ഷെ ഇപ്രാവശ്യം ജസ്റ്റ് ഒരു ബ്ലിങ്കിലല്ല വലുതാവുന്നത്, ഒരു ട്രാൻസിഷൻ പോലെ ആയിരിക്കും. ഇതിൽ നമ്മൾ ഈ ആനിമേഷൻ കൊടുത്തു കാരണം നമുക്ക് ഇനി ഒരു സ്മൂത്ത് ട്രാൻസിഷൻ കിട്ടും. പക്ഷേ ഫ്രോമും ടൂവിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് തുടക്കം അവസാനം ഇത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യണം അതൊന്നും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഫ്രോമും ടൂവിൻ്റെ ഇടയിൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടേ കുറക്കണമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. അപ്പോൾ അത് ചെയ്യാനാണ് നമ്മൾ ഈ സെയിം സാധനം തന്നെ പെർസെൻറ്റേജ് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 0%, 50%, 100% പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള പെർസെൻറ്റേജ് കൊടുക്കാം. അപ്പോൾ 0 ഫ്രോം പോലെ കണ്ടാൽ മതി, 100% 2 പോലെ കണ്ടാൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഈ പെർസെൻറ്റേജ് ആണ് 10, 15, 20 നമുക്ക് ഇഷ്ടമുള്ള പെർസെൻറ്റേജ് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഫോർ എക്സാമ്പിൾ എൻ്റെ ഡിവൻ്റെ ഇനീഷ്യൽ വാല്യൂ ഇവിടെ 5 പിക്സലാണ്. അത് ഞാൻ 200 പിക്സലിലേക്ക് ആദ്യം എക്സ്പാൻഡ് ചെയ്യും, എന്നിട്ട് അത് 100 പിക്സലിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അതിനുശേഷം അത് പിന്നെയും 5 പിക്സലിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസിഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇൻഫിനിറ്റ് ലൂപ്പായിട്ടും കൊണ്ടു നടക്കാം. അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ ആനിമേഷൻ്റെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇതിൽ തന്നെ ഇനി ട്രാൻസിഷൻ, ട്രാൻസ്ഫോം, സ്കെയിൽ, റൊട്ടേറ്റ് എന്നൊക്കെ വേണ്ടി കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമുക്ക് കോഡിൽ കൂടെ നോക്കാം. അപ്പോൾ അതിനായി നമുക്കിത് കോഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇവിടെ എൻ്റെ index.html ഫയലുണ്ട്, css.file ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞു, നിങ്ങളിപ്പോൾ CSS HTML പതിയും ചെയ്ത് പരിചയമില്ലെങ്കിൽ നിങ്ങൾ ആദ്യം എൻ്റെ കോഴ്സ് പോയി കണ്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മതി. അപ്പോൾ അതിൻ്റെ കോഴ്സിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ ആ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ഐക്കൺ ഉണ്ടാവും. അതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഡേ ടു ഡേ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പൊക്കെ നോട്ടിഫിക്കേഷൻ പാനലിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഓൾമോസ്റ്റ് എല്ലാ 2 ദിവസം കൂടുമ്പോഴും പോസ്റ്റ് ചെയ്യാറുണ്ട്. ചില ടൈമിലൊക്കെ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കരിയറിൽ ഹെൽപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സാധാരണ എല്ലാ ട്യൂട്ടോറിയൽ ചെയ്യണ പോലെ ആദ്യം എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടിട്ട് അതിനെ ഇമ്പോർട്ട് ചെയ്യാം, ബേസിക് ടെംപ്ലേറ്റ്. എന്നിട്ട് നമുക്കിവിടെ CSS ആനിമേഷൻ എന്ന് കൊടുക്കാം. നമുക്കൊരു style.css ഫയലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ഇമ്പോർട്ടും ചെയ്യാം. ഇനി അത് കുറച്ച് സൂമിൻ ചെയ്യാം, നമുക്ക് കാണാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എന്നിട്ട് ഞാൻ ഈ സൈഡ് പാനലുകൊണ്ട് ക്ലോസ് ചെയ്യാം. ആദ്യം നമുക്ക് ചെറിയ കാര്യങ്ങൾക്ക് തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ ആ പ്രോമോയിൽ കണ്ട പോലെ ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായി ഫസ്റ്റ് ഞാനൊരു div ഇടുന്നു. ഇത് സേവ് ചെയ്തിട്ട് നമുക്ക് ഇനി CSSൽ പോകാം. നമുക്ക് ആദ്യം ഒരു ബോഡി എഴുതാം. അതിന് മാർജിൻ നമുക്ക് 0 കൊടുക്കാം. പിന്നെ നമുക്ക് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. RGB വാല്യൂലാണ് ഞാൻ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് 4224,188 ഈ ഒരു ലൈറ്റിഷ് ഗ്രീൻ കളറാണത്, ആ കളർ കൊടുക്കാം. ഇപ്പോൾ സേവ് ചെയ്തിട്ട് നമ്മൾ index.html പോയതിനു ശേഷം നമ്മൾ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ അമർത്തിയാൽ ഇവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കാണാൻ പറ്റും. ഇനി നമുക്കിവിടെ വന്നിട്ട് ഒരു div ഇടാം. ഈ divന് നമുക്ക് വിഡ്ത്ത് കൊടുക്കാം ഒരു 200 പിക്സൽ, ഹൈറ്റ് നമുക്കൊരു
200 പിക്സൽ കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊരു വൈറ്റ് കളർ കൊടുക്കാം. ഇതിപ്പോൾ സേവ് ചെയ്ത് ബാക്കി പോയി നിങ്ങൾക്ക് ഇവിടെ ഒരു വൈറ്റ് ബോക്സ് കാണാൻ പറ്റും. അതിന് കുറച്ച് നമുക്ക് മാർജിൻ കൊടുക്കാം, ഒരു 5 പിക്സൽ മാർജിനും കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് എക്സ്പാൻഡും ഷ്രിങ്കും ചെയ്യേണ്ട ഒരു ആനിമേഷൻ കൊടുക്കണം. അതായത് ഇപ്പോൾ ഈ ഡിവ് 200 പിക്സലാണ്. ഇത് നമുക്ക് ഒരു 500 പിക്സൽ വരെ വളർന്നിട്ട് അതേപോലെ 200 പിക്സലിലേക്ക് ചെറുതാക്കണം, നമ്മൾ സ്ലൈഡിൽ കണ്ട പോലെ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായി നമ്മൾ ആദ്യം കീ ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിനായി നമ്മൾ ഫസ്റ്റ് അറ്റിടും കീ ഫ്രെയിംസ് എന്ന് ഇവിടെ എഴുതും. അതിനുശേഷം നമ്മൾ സ്പേസ് ഇട്ടിട്ട് ആ ആനിമേഷൻ്റെ പേരായിരിക്കും ഇവിടെ എഴുതുന്നത്. ഇവിടെ നമുക്ക് ആനിമേഷൻ്റെ പേര് എക്സ്പാൻഡ് എന്ന് കൊടുക്കാം. ഇത് നമ്മൾ കേളി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യും. ഇതിനുള്ളിൽ നമുക്ക് ഞാൻ പറഞ്ഞ 2 വഴിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് ഫ്രോമും 2 ഇട്ടിട്ട് എഴുതാം, പിന്നെ നമുക്ക് പെർസെൻറ്റേജ് വഴി ചെയ്യാം. ആദ്യം ഞാൻ ഫ്രോമും 2ന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് പെർസെൻറ്റേജിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഇവിടെ ഫ്രം ഇടുന്നു. നമുക്കിവിടെ വെടുത്ത് നമുക്ക് തുടങ്ങേണ്ടത് 200 പിക്സൽ എന്നാണ്. ഇത് നമുക്കത് എക്സ്പാൻഡ് ചെയ്യേണ്ടത് ഒരു 600 പിക്സലിലേക്ക്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ 600 പിക്സൽസ് എഴുതാം. ഇപ്പോൾ സേവ് ചെയ്താൽ ബാക്കി പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് വർക്ക് ആവുന്നില്ല. കാരണം നമ്മളിപ്പോൾ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, അതൊരു ഡിവിനും അപ്പൻഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനായി നമുക്കിത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് ആ സ്ഥലത്ത് പോയിട്ട് നമ്മളിവിടെ ആനിമേഷൻ പ്രോപ്പർട്ടി ആക്സസ് ചെയ്യും. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ ആദ്യം ആനിമേഷൻ്റെ പേര് കൊടുക്കും. ഫോർ എക്സാമ്പിൾ എക്സ്പാൻഡ് ആണ് ഇവിടുത്തെ ആനിമേഷൻ്റെ നെയിം, അത് നമ്മളിവിടെ എക്സ്പാൻഡ് കൊടുക്കും. പിന്നെ അത് എത്ര സെക്കൻഡ് ഈ ആനിമേഷൻ പ്ലേ ചെയ്യണം, അതായത് അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ എത്ര സെക്കൻഡ് ആയിരിക്കണം അതിൻ്റെ ട്രാൻസിഷൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു 0.5 സെക്കൻഡ്സ് കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ 0.5 എന്ന് ഇടാം, അല്ലെങ്കിൽ 0.5 എന്ന് ഇടാം, ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ നമ്മളിവിടെ അതിൻ്റെ ടൈമിംഗ് ഫംഗ്ഷൻ കൊടുക്കും. അതായത് നമുക്ക് ഈസ് ഇൻ ഈസ് ഔട്ട് വേണോ, ഈസ് ഇൻ ഉണ്ട്, ഈസ് ഇൻ ആൻഡ് ഔട്ട് ഉണ്ട്, ഈസ് ഔട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതുള്ള സെലക്ട് ചെയ്യാം. പിന്നെ അതുകൂടാണ്ട് ഇപ്പോൾ ആനിമേഷൻ്റെ ഈസ് ഇൻ ഒന്നും വേണ്ട, ഒറ്റൊരു സ്ട്രൈറ്റ് ആനിമേഷൻ വേണമെങ്കിൽ നമുക്കിവിടെ ലീനിയർ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ലീനർ കൊടുക്കാം. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടീസൊക്കെ മാറ്റി കൊടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് ഇതിൻ്റെ വ്യത്യാസം കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്താണ് ഇതിൻ്റെ ഡിലേ. ആ ഡിലേ നമുക്ക് ഇപ്പോൾ കൊടുക്കണ്ട. ഇപ്പോൾ നമുക്ക് ഈ 3 വെച്ചിട്ട് എന്താ നടക്കണം എന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇത് സേവ് ചെയ്തിട്ട് ബാക്കി പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും അത് എക്സ്പാൻഡ് ആയി അപ്പോൾ തന്നെ ഷ്രിങ്ക് ചെയ്തത്. അപ്പോൾ ഒന്നുകൂടി കാണാൻ വേണ്ടി നമുക്ക് റീഫ്രഷ് ചെയ്യാം. ഇതിപ്പോൾ എക്സ്പാൻഡ് ആവുന്നുണ്ട്, ഷ്രിങ്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് ഭയങ്കര സ്പീഡിലാണ്. നമുക്കിത് കുറച്ച് സ്ലോ ചെയ്യാം. അതിനുവേണ്ടി നമുക്കിവിടെ 1 സെക്കൻഡ് കൊടുക്കാം. ഇതിപ്പോൾ പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എക്സ്പാൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങൾ റീഫ്രഷ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഒറ്റൊരു സ്ട്രെയിറ്റ് ആനിമേഷൻ ആണ്, അതായത് ഇപ്പോൾ ഒറ്റൊരു ലൈനിൽ പോണ പോലെയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ വന്നിട്ട് ഇനി ലീനിയർ മാറ്റിയിട്ട് ഈ സിൻ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയ വ്യത്യാസം കാണാൻ പറ്റും. അതായത് നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ തുടക്കത്തിൽ ഭയങ്കര സ്ലോ ആയിരിക്കും, പിന്നെ അത് സ്പീഡിലാണ്ട് പോകും. ഇവിടെ തുടക്കത്തിൽ സ്ലോ ആണ്, പിന്നെ സ്പീഡിൽ പോയി. ഇനി ഇത് മാറ്റിയിട്ട് ഈസ് ഔട്ടാക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും തുടക്കത്തിൽ സ്പീഡ്, പക്ഷേ അവസാനം എത്തുമ്പോൾ പതുക്കായി. അപ്പോൾ അതാണ് ഈസ് ഇൻ ഈസ് ഔട്ടും ലീനിയർ തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത് ഡിലേ നോക്കാം. അപ്പോൾ ഡിലേ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ജസ്റ്റ് 1 സെക്കൻഡ് ഇടാം. എന്നിട്ട് സേവ് ചെയ്തിട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 1 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഇത് ആനിമേഷൻ ട്രിഗർ ആവുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ അപ്പോൾ ഒന്നുകൂടി റീഫ്രഷ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 1 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഇത് ആനിമേഷൻ ട്രിഗർ ആവുന്നത്. ഇനി ഇവിടെ 2 പ്രോപ്പർട്ടി എക്സ്ട്രാ ഉണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ പ്ലേയും പോസും, പിന്നെ ആനിമേഷൻ ഇറ്ററേഷൻ കൗണ്ടും. അതായത് ഇതിപ്പോൾ ഞാനിപ്പോൾ റീഫ്രഷ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പ്രാവശ്യം പോയി പിന്നെ സ്റ്റോപ്പായി, പിന്നെ അത് ആനിമേറ്റ് ചെയ്യുന്നില്ല. ഇതൊരു 5 പ്രാവശ്യം ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഇവിടെ 5 എന്നിടും. ഇപ്പോൾ സേവ് ഇട്ട് ബാക്കി പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് 5 പ്രാവശ്യം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ചെയ്യുന്നത്, ഞാൻ റീഫ്രഷ് ഒന്നും ചെയ്യാണ്ട് തന്നെ. പക്ഷെ 5 പ്രാവശ്യം കഴിഞ്ഞത് നിൽക്കും. പക്ഷെ നിങ്ങൾക്ക് ഇനി 5 പ്രാവശ്യം കൂടുതൽ നിങ്ങൾക്ക് ഇൻഫിനിറ്റ് ആയി വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇൻഫിനിറ്റ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇതിപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിപ്പോൾ ഇൻഫിനിറ്റ് ആയിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സെയിം സാധനം തന്നെ നമ്മൾ മൗസ് ഇവിടെ വെക്കുമ്പോൾ നമുക്കത് പോസ് ചെയ്യണം ഈ ആനിമേഷൻ. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഡിവ് ആക്സസ് ചെയ്തിട്ട് അതിനൊരു ഹോവർ എഫക്റ്റ് കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ ആനിമേഷൻ പ്ലേ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്ലേ സ്റ്റേറ്റ് നമ്മളിവിടെ പോസ്റ്റ് എന്ന് കൊടുക്കും. ഇതിവിടെ ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് പോസ്റ്റ് എന്ന് കൊടുക്കണ ഒരു സെയിം ഇത് തന്നെയാണ്. പക്ഷേ ഇതതിൻ്റെ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടിയാണ്, ഇത് ഷോർട്ട് ഹാൻഡ് മെത്തേഡാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ട് ബാക്കി പോയതിനു ശേഷം ഈ ആനിമേഷൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടെ മൗസ് വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ പോസായി. ഇനിയിപ്പോൾ കൈയെടുത്താൽ അത് പ്ലേ ആവും, കാരണം അതിൻ്റെ ഡിഫോൾട്ട് ബിഹേവിയർ പ്ലേ ആണ്. ഇപ്പോൾ ഈ സെയിം സാധനം തന്നെ നമുക്ക് എങ്ങനെ സിംഗിൾ ആയിട്ട് എഴുതാൻ നോക്കാം, അതായത് ഷോർട്ട് ഹാൻഡ് മെത്തേഡ് അല്ലാണ്ട് ഇൻഡിവിജ്വൽ എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ ആനിമേഷൻ നെയിം കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ ആനിമേഷൻ ഡാഷ് നെയിം കൊടുക്കും. എന്നിട്ട് നമ്മളിവിടെ എക്സ്പാൻഡ് എന്ന് എഴുതും. അടുത്തത് നമ്മൾ ഡ്യൂറേഷനാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആനിമേഷൻ ഡ്യൂറേഷൻ എഴുതും. നമ്മളിവിടെ 1 സെക്കൻഡ് എന്ന് എഴുതും. പിന്നെ അടുത്തുള്ളത് പിന്നെ അടുത്ത് നമ്മൾ ആനിമേഷൻ ടൈമിംഗ് ഫംഗ്ഷൻ എഴുതും, അതായത് ഈസ് ഇൻ ആൻഡ് ഔട്ട്. അതിനാണ് നമ്മൾ ടൈമിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളോട് ഈസ് ഔട്ട് എന്ന് എഴുതും. അപ്പോൾ നമ്മൾ അടുത്തത് ഡിലേ എഴുതാൻ വേണ്ടിയിട്ട് ആനിമേഷൻ ഡിലേ കൊടുക്കും. നമുക്കിവിടെ 1 സെക്കൻഡ് കൊടുക്കാം. നമ്മളിവിടെ ആനിമേഷൻ ഇറ്ററേഷൻ കൗണ്ടാണ്, ഇവിടെ കാണാൻ പറ്റും ഇറ്ററേഷൻ കൗണ്ട് എന്ന് പറഞ്ഞിട്ട്, അത് നമുക്ക് ഇൻഫിനിറ്റ് കൊടുക്കാം. നമുക്ക് ഈ ഷോർട്ട് ഹാൻഡ് മെത്തേഡ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് ബാക്കി പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സെയിം ആനിമേഷൻ തന്നെ പ്ലേ ആവുന്നുണ്ട്. മൗസ് വെച്ചാൽ അത് പോസും ആവും.
പക്ഷേ ഇത് ആക്ച്വലി റെക്കമെൻഡ് അല്ല. നമ്മളെപ്പോഴും ഈസി മെത്തഡ് അല്ല എപ്പോഴും ചെയ്യുക. ഒരു ലൈനിൽ ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. അപ്പോൾ എപ്പോഴും ഞാൻ ഒരു ലൈൻ കോഡാണ് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഷോർട്ട് ഹാൻഡ് മെത്തഡിൽ തന്നെ ചെയ്യാതെ. അപ്പോൾ ഈ സാധനം തിരിച്ചു കൊടുത്തിട്ട് ഇത് മൊത്തം നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ ആനിമേഷൻ ചെയ്തിട്ടുള്ള ഈ ഫ്രോം ആൻഡ് ടു ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ചെറിയൊരു പ്രശ്നം കാണാം. അതായത് ഇവിടെ ആനിമേഷൻ സ്പീഡിൽ ഫുള്ള് പോകുന്നുണ്ട്, പക്ഷെ അപ്പോൾ തന്നെ സ്റ്റോപ്പായിട്ട് സ്റ്റാർട്ടിങ് മുതൽ പിന്നെയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ എൻഡിൽ വന്നിട്ട് അതേപോലെ ബാക്കിലേക്ക് പോകണം, അതായത് ഒരു സ്റ്റോപ്പ് ഇല്ലാണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ പെർസെൻറ്റേജ് വാല്യൂ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാനേ നമുക്ക് ഈ ഫ്രം മാറ്റിയിട്ട് ഇവിടെ നമുക്ക് 0% കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ നമുക്ക് ഈ 2ൻ്റെ അവിടെ 50% കൊടുക്കാം. എന്നിട്ട് 100 എന്നിട്ട് നമുക്കൊരു 100% കൊടുക്കാം. അതായത് നമ്മുടെ ആനിമേഷൻ്റെ എൻഡിങ് ടൈമിൽ നമുക്ക് തിരിച്ച് എടുത്ത് 200 പിക്സലിലേക്ക് തന്നെ തിരിച്ച് കൊണ്ടുവരാം. ഇതിപ്പോൾ നിങ്ങൾ സേവ് ചെയ്തിട്ട് ബാക്കി പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്മൂത്തായിട്ട് പോകുന്നതും വരുന്നതും കാണാൻ പറ്റും, ഒരു ബ്ലിങ്ക് ഇല്ലാണ്ട്. നമുക്ക് ആക്ച്വലി ഈ സ്പീഡൊന്ന് കുറച്ച് കുറക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ 1.5 സെക്കൻഡ്സ് അറ്റം കൊടുക്കാം. ഇപ്പോൾ നമുക്കിപ്പോൾ സ്മൂത്തായിട്ട് ഉള്ളിലേക്കും പോകണതും പുറത്തേക്ക് വരാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ തന്നെ മൾട്ടിപ്പിൾ ആനിമേഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇനിയിപ്പോൾ ഇവിടെ വിടുത്ത് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹൈറ്റ് എനിക്ക് ഇവിടെ ഒരു 300 പിക്സൽ ആക്കണം. ഇത് വളരുമ്പോൾ എനിക്കൊരു 800 പിക്സൽ ആക്കണം. എന്നിട്ട് തിരിച്ചത് 300 പിക്സലിലേക്ക് തന്നെ കൊണ്ടുവരണം. ഇതിപ്പോൾ സേവ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൻ്റെ ഹൈറ്റും വിടുത്തും കൂടും കുറയും ചെയ്യണം. പിന്നെ ഇതുകൂടാണ്ട് ഇപ്പോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഓറഞ്ച് കൊടുക്കണം. 50-ലെത്തുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ പിങ്ക് കൊടുക്കണം. ഇതിപ്പോൾ സേവ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇനീഷ്യലി ഓറഞ്ച് ആയിരിക്കും, പിന്നെ പിങ്ക് ആയി, പിന്നെ വൈറ്റ് ആയി. കാരണം വൈറ്റ് ആണ് അതിൻ്റെ ഡിഫോൾട്ട് കളർ. അപ്പോൾ ആ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതേപോലെ നമുക്ക് കുറേ സൂപ്പർ സാധനങ്ങൾ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇനി കുറച്ചുകൂടി പ്രോപ്പർട്ടീസ് ഇതിൻ്റെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അതിനായി നമുക്ക് ആദ്യം ട്രാൻസിഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ആദ്യം കാണാം. അത് നമ്മൾ ഓൾറെഡി CSSന്റെ കുറേ ട്യൂട്ടോറിയൽ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല അതെങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിത് ഇതിൻ്റെ ഹൈറ്റും വിടുത്തൊക്കെ റിമൂവ് ചെയ്യാം. കാരണം ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നോർമൽ ആനിമേഷൻ മാത്രം വെക്കാം. അതായത് ഇത് ഗ്രോയും ചെയ്യേണ്ടതും ഷ്രിങ്ക് ആവണ ആനിമേഷൻ. നമുക്ക് ഈ ഹൈറ്റും കൂടി റിമൂവ് ചെയ്യാം. അപ്പോൾ ബാക്കി പോയതിനു ശേഷം നമ്മളിപ്പോൾ ഈ ഡെവിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു, വൈറ്റ്. ഇനി നമ്മൾ അതിൻ്റെ മൗസ് ഹോവറിൽ നമുക്കതിന് വേറൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഇവിടെ എനിക്ക് ഓറഞ്ച് കൊടുക്കണം. ഇതിപ്പോൾ സേവ് ചെയ്തിട്ട് നമ്മളിവിടെ മൗസ് ഹോവർ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന് ഓറഞ്ച് ആയത്. പക്ഷെ അതൊറ്റൊരു ബ്ലിങ്കിലാണ് ആവണത്, അതായത് ഒരു സ്മൂത്ത്നെസ് ഇല്ല. ഈ സ്മൂത്ത്നെസ്, അതായത് ഇവിടെ ഈ ആനിമേഷൻ പോണ സ്മൂത്ത്നെസ് ഉണ്ടല്ലോ, ആ സ്മൂത്ത്നെസ് ഇതിന് വരുന്നില്ല. അപ്പോൾ ഈ ഒരു സ്മൂത്ത്നെസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസിഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യേണ്ടത് ഏതിനാണോ നമ്മൾ ആനിമേഷൻ കൊടുക്കുന്നത് അതിൻ്റെ ശരിക്കുള്ള ഡിവിനാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ഈ ഡിവിനാണ് ഹോവർ കൊടുത്തിട്ടുള്ളത്, നമ്മൾ കൊടുക്കേണ്ടത് അതിൻ്റെ മെയിൻ ഡിവിനാണ്. അപ്പോൾ ഈ ഡിവ് മെയിനായിട്ട് വരുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ട്രാൻസിഷൻ കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ട്രാൻസിഷൻ എഴുതും. പിന്നെ ഫസ്റ്റ് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി എടുക്കും, ഏതിനാണ് നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഏതിനാണ് ടാർഗറ്റ് ചെയ്യണം. നമുക്ക് ഇവിടെ വേണമെങ്കിൽ അതിനെ ബാക്ക്ഗ്രൗണ്ട് കളർന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിന് മനസ്സിലാക്കി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ പ്രോപ്പർട്ടിയാണ് ടാർഗറ്റ് ചെയ്യണമെന്ന്. ഇനി നമുക്ക് ഇവിടെ എത്ര സെക്കൻഡ് ട്രാൻസിഷൻ വേണം, അതായത് നമ്മൾ ഇവിടെ കൊടുത്ത പോലെ നമുക്ക് ആ ഡ്യൂറേഷൻ എത്ര സെക്കൻഡ് വേണം, അത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു 1 സെക്കൻഡ് കൊടുക്കാം. പിന്നെ നമുക്ക് നേരത്തെ ടൈമിംഗ് ഫംഗ്ഷൻ ചെയ്ത പോലെ ഈസ് ഇൻ ആൻഡ് ഔട്ടും കൊടുക്കാൻ പറ്റും. ഇപ്പോൾ സേവ് ചെയ്തിട്ട് നിങ്ങൾ ബാക്കി പോയിട്ട് നമ്മളിപ്പോൾ ഇതിന് ഹോവർ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് പതുക്കെ ഓറഞ്ച് കളർ ആവണത്, വിട്ടാൽ കാണാൻ പറ്റും പതുക്കെ ഓറഞ്ച് കളർ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഏത് പ്രോപ്പർട്ടിക്കാണ് കൊടുക്കേണ്ടത് അതിന് ടാർഗറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാത്തിനും കൊടുക്കുന്നത് വെച്ചാൽ ജസ്റ്റ് അത് റിമൂവ് ചെയ്തിട്ട് ഡയറക്റ്റ് 1 സെക്കൻഡ് ഈസ് ഇൻ ആൻഡ് ഔട്ട് കൊടുത്താലും മതി. ഇതിപ്പോൾ ഓർത്തിട്ട് സേവ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സെയിം എഫക്റ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ട്രാൻസിഷൻ വർക്ക് ആവുന്നത്. ഇനി അടുത്ത് നമുക്ക് ട്രാൻസ്ഫോം പ്രോപ്പർട്ടിയൊക്കെ എടുക്കാം. അപ്പോൾ ട്രാൻസ്ഫോം പ്രോപ്പർട്ടി ആക്ച്വലി കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടായില്ല, പക്ഷേ നമുക്ക് അത് ഓരോന്നോരോന്നും കവർ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ ട്രാൻസിഷൻ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഇവിടെ തന്നെ ട്രാൻസ്ഫോം പ്രോപ്പർട്ടി എഴുതാം. അപ്പോൾ ഈ ട്രാൻസ്ഫോം പ്രോപ്പർട്ടി ആക്ച്വലി കുറേ വാല്യൂസ് എടുക്കും. ഫോർ എക്സാമ്പിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ വാല്യൂ എടുക്കും, സ്കെയിൽ എന്ന് പറഞ്ഞ വാല്യൂ എടുക്കും, പിന്നെ റൊട്ടേറ്റ് എന്ന് പറഞ്ഞ വാല്യൂ എടുക്കും, പിന്നെ സ്ക്യൂ എന്ന് പറഞ്ഞ വാല്യൂ എടുക്കും. അപ്പം അങ്ങനെ കുറേ വാല്യൂസ് ആണ് ഈ ട്രാൻസ്ഫോം എടുക്കുന്നത്. നമുക്കിതിൽ മെയിൻ ആയിട്ടുള്ളത് കുറച്ച് കവർ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ട്രാൻസിഷനും ആനിമേഷനും ജസ്റ്റ് കമന്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കിത് ഈ ട്രാൻസ്ഫോമിന്റെ പ്രോപ്പർട്ടി ഹോവറിൽ എഴുതാം. അപ്പോൾ നമുക്ക് അതിന്റെ ആനിമേഷൻ നടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് റൊട്ടേറ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ റൊട്ടേറ്റ് എന്ന് എഴുതി, ഞാനിവിടെ 45 ഡിഗ്രി എന്ന് എഴുതി. 45 ഡിഗ്രിയിലാണ് ഇത് എടുക്കുക, ഇത് പിക്സലിലും പെർസെൻറ്റേജിലും എടുക്കില്ല. ഇപ്പോൾ സേവ് ചെയ്തതിനു ശേഷം നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് മൗസ് ഹോവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇവിടെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ പിന്നെ -45 ചെയ്യണമെങ്കിൽ അവിടെ ജസ്റ്റ് മൈനസ് കൊടുത്താൽ മതി. അപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് തിരണം കാണാം. ഇവിടെ നിങ്ങൾക്ക് 2 ടൈപ്പിൽ വാല്യൂ കൊടുക്കുക, ഒന്ന് നെഗറ്റീവ് വാല്യൂം കൊടുക്കുക, പോസിറ്റീവ് വാല്യൂം കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് 2 ടൈപ്പാണ് ഇവിടെ വാല്യൂ കൊടുക്കാൻ പറ്റുക. അത് 20 ചെയ്താൽ അതിനനുസരിച്ച് മാറിനോട് കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ 0 ആണ്. അപ്പോൾ പഴയ പോലെ ആക്കണമെങ്കിൽ ജസ്റ്റ് 0 ചെയ്താൽ മതി. റൊട്ടേറ്റ് തന്നെ Y ആക്സിസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും, X ആക്സിസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഈ Y ആക്സിസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഹൊറിസോണ്ടൽ റൊട്ടേഷനാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ 10 ഡിഗ്രി കൊടുത്തതിന് ശേഷം
ഇവിടെ മൗസ് ഹോവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ചെറുതായിട്ട് ചെരിയുന്നത്. നമുക്ക് കുറച്ചുകൂടി കാണാൻ വേണ്ടി നമുക്കിവിടെ ഒരു 45 ഡിഗ്രി കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അത് ഹൊറിസോണ്ടലിയാണ് അത് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും കാണാൻ വേണ്ടി നമുക്ക് index.html വന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഇടാം, അതായത് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ഇടാം. ഇപ്പോൾ സേവ് ചെയ്ത് നമുക്കിപ്പോൾ ടെസ്റ്റ് കാണാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ ഹവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ടെസ്റ്റ് പതുക്കെ ഹൊറിസോണ്ടലിയാണ് ചെരിയുന്നത്. ഇനി അതിന് വേണ്ടി ആ ഫുള്ളായിട്ട് ശരിക്കും കാണാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ വന്നിട്ട് 180 കൊടുത്താൽ മതി. ഇപ്പോൾ സേവ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ടെസ്റ്റ് കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനായി. അപ്പോൾ ഇവിടെ നമ്മൾ ട്രാൻസിഷൻ കൊടുത്താൽ ഈ ഒരു സ്മൂത്ത്നെസ് കിട്ടും. അപ്പോൾ ഇവിടെ ആക്ച്വലി ഹോവർ ചെയ്യുമ്പോൾ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ ഇതിന് ആക്ച്വലി ഒരു ആനിമേഷൻ കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഈ ട്രാൻസിഷൻ തിരിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ സേവ് ചെയ്തിട്ട് നമ്മൾ മൗസ് ഹോവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ട്രാൻസിഷൻ കോഡാണത് ഹോവർ ആവുന്നത്. പക്ഷേ ഇത് വെച്ചിട്ട് ആക്ച്വലി നമുക്ക് കുറേ ആനിമേഷൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇത് തന്നെ ഒരു ലോഡർ ആക്കാൻ പറ്റും, ഇൻഫിനിറ്റ് ആയിട്ട് സ്പിൻ ചെയ്യിപ്പിച്ചിട്ട്. പിന്നെ ഇതല്ലാണ്ട് വേറൊരു ട്രിക്കും കൂടി ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ടിൽ കാണുന്നത് ഒരു ലോഗിൻ സ്ക്രീൻ ആക്കാൻ പറ്റും. അതിൻ്റെ ഇടയിൽ സൈനപ്പ് ബട്ടൺ കൊടുക്കുക. ആ സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ സൈനപ്പ് ആക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു അടിപൊളി ഫീച്ചർ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് നോക്കാം. റൊട്ടേറ്റ് വൈ മനസ്സിലായി. നമുക്ക് എക്സ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ എക്സ് ആക്സിൽ കോഡാണ്, അതായത് ടോപ്പും ബോട്ടമാണ് റൊട്ടേറ്റ് ആവുക. ഇനി എക്സും വൈയും കൂടാണ്ട് സെഡ് എന്ന് പറഞ്ഞിട്ട് വേറെ വാല്യൂ ഉണ്ട്. ഇതിപ്പോൾ സേവ് ചെയ്തിട്ട് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഒന്നെങ്കിൽ റൈറ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ ലെഫ്റ്റ് ഡയറക്ഷൻ, ഈ രണ്ട് ഡയറക്ഷനിലാണ് ഇത് റൊട്ടേറ്റ് ആവുക. ഇതിപ്പോൾ നിങ്ങൾ സെഡ് കൊടുത്തില്ലെങ്കിലും ആ സെയിം പ്രോപ്പർട്ടി തന്നെയാണ് കിട്ടുക. അപ്പോൾ സെഡ് എന്ന് പറഞ്ഞാൽ അത് 3 ഡയമെൻഷനിലാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈ സൈഡിലേക്ക് റൊട്ടേറ്റ് ആവുന്നത്. ഇനി നമുക്കിത് മൈനസ് കൊടുത്താൽ ഇപ്പുറത്തെ സൈഡിലേക്ക് റൊട്ടേറ്റ് ആവണമെന്ന് കാണാൻ പറ്റും. ഇനി റൊട്ടേറ്റ് കൂടാണ്ട് സ്കെയിൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്കെയിൽ നിടും. ഈ സ്കെയിൽ ആക്ച്വലി ഇൻറ്റീജർ വാല്യൂസ് മാത്രം എടുക്കാം. ഇപ്പോൾ ഇനീഷ്യൽ സ്കെയിൽ ഇതിൻ്റെ 1 ആണ്. അപ്പോൾ ഇതിപ്പോൾ നോക്കി നിങ്ങൾക്ക് ഒരു വ്യത്യാസം കാണില്ല. പക്ഷേ ഇനി നിങ്ങൾ ഇവിടെ 1.1 അല്ലെങ്കിൽ 1 എത്ര ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പതുക്കെ ഇത് വലുതാവുന്നത് കാണാൻ പറ്റും. ഇനി അതേപോലെ ഇപ്പോൾ നിങ്ങൾ 4 ഒക്കെ ഇട്ടിട്ട് തിരിച്ച് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഭയങ്കരമായിട്ട് വലുതാവുന്നത്. അതിനനുസരിച്ച് നിങ്ങളിപ്പോൾ ഇവിടെ 0.8 കിട്ടാൽ അതിനനുസരിച്ചിട്ട് ഇത് ചെറുതാവുന്നതും കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു എഫക്റ്റാണ് നമ്മളെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ട്യൂട്ടോറിയൽ നമ്മൾ ഇമേജ് ഹോവറിന് കൊടുത്തത്. അപ്പോൾ ഇമേജ് ഹോവർ ചെയ്തപ്പോൾ നമ്മൾ റൊട്ടേറ്റും കൊടുത്തു, സ്കെയിലും കൊടുത്തു. അപ്പോൾ ആ കോഴ്സ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നതായിരിക്കും. HTML-ഉം CSS-ഉം ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ ആ ട്യൂട്ടോറിയൽ കൂടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ കോൺസെപ്റ്റ് നമ്മൾ ചെയ്തത് ചെയിനിങ് വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ സ്കെയിലും കൊടുത്തു, പക്ഷേ ഇനി നമുക്ക് റൊട്ടേറ്റ് കൊടുക്കണമെങ്കിൽ ഇവിടെ ട്രാൻസ്ഫോം റൊട്ടേറ്റ് കൊടുക്കാൻ പറ്റില്ല, കാരണം അത് ഓവർറൈഡ് ആവും. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് CSS-ൽ നമ്മൾ സ്റ്റൈൽ ചെയ്തിട്ട് പിന്നെയും ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് വേറെ സ്റ്റൈൽ കൊടുത്താൽ അത് ഓവർറൈഡ് ആവും. അപ്പോൾ ഇത് ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സ്കെയിൽ കൊടുക്കും, സ്പേസ് ഇട്ടിട്ട് നമ്മളിവിടെ റൊട്ടേറ്റ് കൊടുക്കും. ഇനി നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ഇവിടെ കോമേ സെമിക്കോളം ഒന്നും വേണ്ട. അപ്പോൾ സേവ് ചെയ്തിട്ട് നമ്മൾ ഇനി മൗസ് ഹോവർ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് റൊട്ടേറ്റും ആവുന്നത് സ്കെയിലും ആവുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രോപ്പർട്ടി നോക്കാം. അപ്പോൾ അടുത്ത പ്രോപ്പർട്ടിയാണ് സ്ക്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനായി നമുക്ക് ഈ 2 പ്രോപ്പർട്ടി റിമൂവ് ചെയ്യാം. നമുക്കിവിടെ സ്ക്യൂ എന്ന് കൊടുക്കാം. ഈ സ്ക്യൂ ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് അത് കാണിച്ചിട്ട് തന്നെ തരാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 45 ഡിഗ്രി എന്ന് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഹോവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഷേപ്പ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത്, അതായത് അതിനെ വലിച്ചിട്ട് അതിനെ ഷേപ്പ്ലെസ് ആക്കുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങളിവിടെ -45 കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതിനെ മെയിനായിട്ട് ഷേപ്പ്ലെസ് ആക്കി മാറ്റും. ഇനി നമുക്ക് അടുത്ത ട്രാൻസ്ലേറ്റ് നോക്കാം. അപ്പോൾ ഈ ട്രാൻസ്ലേറ്റ് നമ്മൾ കുറേ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് സെൻറ്ററിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ട്രാൻസ്ലേറ്റ് എന്ന് എഴുതും. നമ്മളിവിടെ 50 പിക്സൽ കൊടുക്കും. 50 പിക്സൽ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റിലേക്കാണ് പോകുക, കാരണം ഇത് അതിൻ്റെ ഹൊറിസോണ്ടൽ വാല്യൂ ആണ്. മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും. പക്ഷേ ഇവിടെ നിങ്ങൾ കോമ ഇട്ടിട്ട് പിന്നെ ഒരു 50 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വെർട്ടിക്കൽ വാല്യൂ ആണ്. അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ വാല്യൂ, ഇത് വെർട്ടിക്കൽ വാല്യൂ. ഇതിപ്പോൾ നിങ്ങൾ ഹോവർ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് താഴത്തേക്ക് പോകുന്നത്. പൊസിഷൻ ആബ്സല്യൂട്ട് റിലേറ്റീവ് ഉപയോഗിക്കാണ്ട് ഒരു എലിമെന്റിനെ നമ്മൾ മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ട്രിക്കാണ് ഈ ട്രാൻസ്ലേറ്റ് പ്രോപ്പർട്ടി. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അതിന്റെ എക്സ് ആക്സിസ് മാത്രം കൊടുക്കണമെങ്കിൽ ജസ്റ്റ് എക്സ് കൊടുക്കാം. ഇത് ഹോവർ ചെയ്താൽ നിങ്ങൾക്ക് എക്സ് മാത്രം മാറുന്ന കാണാം. വൈ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വൈ മാത്രം മാറുന്ന കാണാം. ഇതുകൂടാണ്ട് ഞാൻ ട്രാൻസ്ഫോമിന്റെ ഒരു പ്രോപ്പർട്ടി കൂടി കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ലോഡിംഗ് ആനിമേഷനിലേക്ക് കടക്കാം. അപ്പോൾ അതിനായി നമ്മളിവിടെ ട്രാൻസ്ഫോം ഒറിജിൻ എന്ന് പറഞ്ഞു. ഈ ട്രാൻസ്ഫോം ഒറിജിൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കറൻറ്റ് പൊസിഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതില്ലാണ്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ സേവ് ചെയ്തിട്ട് നമ്മളിവിടെ സ്ക്യൂ കൊടുക്കാം. സ്ക്യൂ കൊടുത്തിട്ട് ഇവിടെ നമുക്കൊരു 15 ഡിഗ്രി കൊടുക്കാം. ഇതിപ്പോൾ സേവ് ചെയ്തിട്ട് നമ്മൾ ഹോവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് സ്ക്യൂ ആവുന്നത്. പക്ഷേ ഇതിൻ്റെ ബാക്കിയുള്ളതെല്ലാം പുറത്ത് പോകുന്നുണ്ട്, കാരണം ഇതിൻ്റെ സ്ക്യൂ ആവുന്നത് സെൻറ്റർ പൊസിഷൻ വെച്ചിട്ടാണ് അതിൻ്റെ ഡിഫോൾട്ട്. പക്ഷെ നമുക്ക് ഈ ടോപ്പ് ലെഫ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരണം, അതായത് സ്ക്രീനിലേക്ക്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ജസ്റ്റ് ഒറിജിനിൽ വന്നിട്ട് നമ്മളിവിടെ ടോപ്പ് ലെഫ്റ്റ് എന്ന് കൊടുക്കും. ഇത് പുറത്തൊരു സേവ് ചെയ്ത് നമ്മൾ ഇനി ഹോവർ ചെയ്യുമ്പോൾ കാണാൻ പറ്റും അതിൻ്റെ ആനിമേഷൻ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ട്രാൻസിഷൻ ഉള്ളതുകൊണ്ടാണ് അത് പുറത്തേക്ക് വരാൻ ടൈം എടുത്തത്. ഇപ്പോൾ നമ്മൾ ഈ ട്രാൻസിഷൻ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഇനി ഹോവർ ചെയ്യുമ്പോൾ കാണാൻ പറ്റും അതിൻ്റെ ഡിവ് പുറത്ത് പോകാണ്ട് നിൽക്കുന്നത്. കാരണം ഇപ്പോൾ അത് ടോപ്പ് ലെഫ്റ്റിൽ നിന്നാണ് അതിൻ്റെ ട്രാൻസ്ഫോം തുടങ്ങുന്നത്. നേരത്തെ നമ്മൾ ചെയ്യുന്നത് സെൻട്രിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ടോപ്പ് ലെഫ്റ്റ് ഒന്നും അത് നോക്കില്ല, കാൽക്കുലേറ്റ് ചെയ്യില്ല. അപ്പോൾ സെൻട്രിൽ നിന്ന് തുടങ്ങിയിട്ട് അത് സെൻട്രിൽ നിന്ന് ഇത് സ്ക്യൂ ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഇതിപ്പോൾ ടോപ്പ് ലെഫ്റ്റിൽ നിന്ന് തുടങ്ങിയതുകൊണ്ട് നമുക്ക് ആ സാധനം നമുക്ക് ഈ ഭാഗം തിരിച്ചു കിട്ടി.
അപ്പോൾ ഇപ്പോൾ നമ്മൾ ആനിമേഷൻ ചെയ്യാനുള്ള മിക്ക പ്രോപ്പർട്ടീസ് പിന്നെ ആനിമേഷൻ മാത്രമല്ല, ഇത് നമുക്ക് ആനിമേഷൻ ഇല്ലാണ്ടും കുറേ ഗുണങ്ങളുള്ള പ്രോപ്പർട്ടീസ് ആണ്. ഫോർ എക്സാമ്പിൾ ആ റൊട്ടേറ്റ് ചെയ്യണതും സ്കെയിൽ ചെയ്യണതും. ഇപ്പോൾ നിങ്ങളിലിപ്പോൾ ഒരു ആരോ മാർക്ക് ഉണ്ടെങ്കിൽ ആ ആരോ മാർക്കിനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് 2 ആരോ മാർക്ക് പോലെ യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളാണ് ഈ പ്രോപ്പർട്ടീസ് വെച്ചത്. ഇനി നമുക്ക് ഈ ലോഡർ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ CSS മൊത്തം റിമൂവ് ചെയ്യണം. ഇത് നമുക്ക് ഈ HTML പോയിട്ട് ഈ ഡിവും റിമൂവ് ചെയ്യാം. നമുക്ക് ക്ലീൻ ആയിട്ട് ഇവിടെ ലോഡർ കണ്ടെയ്നർ പറഞ്ഞിട്ടൊരു ഡിവ് ക്രിയേറ്റ് ചെയ്യാം. ഇതിനുള്ളിൽ 3 ഡിവ് എടുക്കും. പക്ഷെ നമുക്കിത് 2 വഴിയിൽ ചെയ്യാം. ഒന്നുകിൽ 3 ഡിവ് ഇട്ടിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഡിവ് ഇട്ടിട്ട് ബിഫോറും ആഫ്റ്റർ വെച്ചിട്ട് ചെയ്യാം. ബിഫോർ ആഫ്റ്ററും വെച്ചിട്ട് ചെയ്താൽ അത് കുറച്ച് അഡ്വാൻസ് ആവും. പക്ഷേ ചിലപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരെയും ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഏത് താല്പര്യം എന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്യാം. പക്ഷെ ഞാനിവിടെ 3 ഡിവ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ നിങ്ങളുടെ ടാസ്ക് എന്ന് വെച്ചാൽ ബിഫോറും ആഫ്റ്റർ വെച്ചിട്ട് ചെയ്യലാണ്. അതായത് ഇവിടെ നമ്മൾ 3 ഡിവ് വെച്ചിട്ട് ചെയ്യും. അത് ചെയ്തതിനു ശേഷം അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ പിന്നെ നിങ്ങൾ അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ ഒറ്റ ഡിവ് വെച്ചിട്ട് ബിഫോറും ആഫ്റ്റർ വെച്ചിട്ട് ചെയ്യലാണ്. ഇപ്പോഴത്തെ എക്സാമ്പിളിന് ഞാൻ 3 ഡിവാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ 3 ഡിവ് ക്രിയേറ്റ് ചെയ്യാം. അതിനു മുമ്പ് ഞാൻ ക്ലാസ് ഇവിടെ ലോഡർ 1 എന്ന് കൊടുക്കാം. ഇത് 3 പ്രാവശ്യം ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ 2ഉം 3ഉം കൊടുക്കാം. ഇപ്പം അതിൽ 3 ഡിവ് ഉണ്ട്. ഇനി നമ്മൾ style.csv പോയിട്ട് അത് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യാറുള്ള ബോഡിയുടെ മാർജിൻ നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ ലോഡർ കണ്ടെയ്നറിൻ്റെ സ്റ്റൈൽ ആദ്യം ചെയ്ത് തുടങ്ങും. അതിനുവേണ്ടി നമുക്ക് index.html പോയിട്ട് ആ പേര് കറക്റ്റ് ആണോ നമുക്ക് ലോഡർ കണ്ടെയ്നർ. അപ്പോൾ നമുക്കിവിടെ ലോഡർ ഡാഷ് കണ്ടെയ്നർ. ഇവിടെ നമുക്ക് ആദ്യം വിഡ്ത്ത് 100% കൊടുക്കാം. ഹൈറ്റ് നമുക്ക് 100 VH കൊടുക്കാം. ഇതൊക്കെ ആക്ച്വലി നമുക്ക് ബോഡിക്ക് കൊടുത്താലും മതി. പക്ഷെ നോർമലി ഞാൻ എങ്ങനെയാണ് HTML CSS എഴുതുന്നത് അതേപോലെയാണ് ഞാൻ ആ അപ്രോച്ച് തന്നെ ഞാൻ ഇവിടെയും കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസും ആവും. നമുക്കിവിടെ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കാം. കാരണം നമ്മൾ ആ ഉള്ളിലത്തെ ഡിവനൊക്കെ സെൻറ്ററിലാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കും. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സെയിം RGB വാല്യൂവിനാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 4 കൊടുക്കും, 224, 188. എന്നിട്ട് നമ്മൾ ഡോട്ട് ലോഡർ ഒന്നുകൂടി വിളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഡിവിനെ വിളിക്കും. അതായത് നമുക്ക് ഡയറക്റ്റ് ഡിവ് ഇട്ട് വിളിക്കാം. പക്ഷെ അത് ഗ്ലോബൽ ഡിവ് ആവും. നമുക്ക് ലോഡർ കണ്ടെയ്നർ ഉള്ളിലത്തെ ഡിവിനെ വിളിക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ് ഇങ്ങനെ വിളിച്ചാൽ മതി. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ തൊട്ട ചൈൽഡിനെ വിളിക്കണമെങ്കിലാണ് നമ്മൾ ഈ ഗ്രേറ്റസ്റ്റ് സൈൻ യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഞാൻ CSSൻ്റെ ട്യൂട്ടോറിയൽ ഓൾറെഡി കവർ ചെയ്താണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ CSSൻ്റെ കോഴ്സ് ആദ്യം പോയി കാണുക. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റ് തുറന്നിട്ട് ഇതിനുള്ളിൽ നമുക്ക് വിഡ്ത്ത് 20 പിക്സൽ കൊടുക്കാം. കാരണം നമുക്ക് അധികം ചെറുതും വേണ്ട അധികം വലുതും വേണ്ട. നമുക്കിവിടെ ഹൈറ്റ് 20 പിക്സൽ കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ഒരു സ്ക്വയർ കിട്ടും. അതിന് മുമ്പ് നമുക്കിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് കൊടുക്കാം. ഇതിപ്പോൾ സേവ് ചെയ്തിട്ട് നമ്മൾ ബാക്കി പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ബ്ലൂയിഷ് കളറും ഉണ്ട്. ഇവിടെ നമ്മൾ ആ 3 ഡിവും ഉണ്ട്. പക്ഷേ ഇത് ഒറ്റ ലൈനിൽ കാണാൻ കാരണം നമ്മൾ അതിന് ഗ്യാപ്പ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്കിത് സെൻറ്ററിലാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പറഞ്ഞില്ല കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മളിവിടെ എപ്പോഴും ഡിസ്പ്ലേ ഫ്ലെക്സ് ആണ് ഉപയോഗിക്കാറ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കാം. അലൈൻ ഐറ്റം സെൻറ്റർ കൊടുത്തിട്ട് അതിനെ വെർട്ടിക്കലി സെൻറ്റർ ആക്കാം. ജസ്റ്റിഫൈ കണ്ടന്റ് സെൻറ്റർ കൊടുത്തിട്ട് അതിനെ ഹൊറിസോണ്ടലി സെൻറ്റർ ആക്കാം. ഇതിപ്പോൾ സേവ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ സെൻറ്റർ കാണാൻ പറ്റും. ഇനി ഇത് നമ്മൾ കുറച്ച് ഗ്യാപ്പ് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഡിവിൻ്റെ ഉള്ളിൽ വന്നിട്ട് മാർജിൻ നമുക്കൊരു 5 പിക്സൽ കൊടുക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഗ്യാപ്പ് കിട്ടും. ഇനി നമുക്ക് അടുത്തത് റൗണ്ട് ആക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബോർഡർ റേഡിയസ് കൊടുക്കും. ബോർഡർ റേഡിയസ് 50% കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സർക്കിളായിട്ട് കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് നമ്മളെ ലേഔട്ട് റെഡിയായി. അപ്പോൾ ഈ ഒരു നമ്മൾ ചെയ്യാൻ പോകുന്ന ആനിമേഷൻ നിങ്ങൾക്ക് ആക്ച്വലി ഒരു ചാറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ അതായത് ടൈപ്പിംഗ് എന്ന് എഴുതി കാണിക്കുന്നതിൻ്റെ പകരം നിങ്ങൾക്ക് ഈ ലോഡിംഗ് ആനിമേഷൻ ഇട്ട് കൊടുത്താൽ മതി. ഇതെനിക്ക് തോന്നുന്നു ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൊക്കെ കാണുന്ന ഒരു ആനിമേഷനാണ്. ഓക്കെ, ഇനി നമുക്കൊരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. കാരണം നമുക്ക് ആനിമേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ കീ ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് നമ്മുടെ ആനിമേഷൻ്റെ പേര് ലോഡർ എന്ന് കൊടുക്കാം. നമ്മൾ ബ്രാക്കറ്റ് തുറക്കും. നമ്മൾ 0% ആദ്യം സ്റ്റൈൽ ചെയ്യും. ഇവിടെ നമ്മൾ പൊസിഷൻ ആബ്സല്യൂട്ടും ട്രാൻസ്ലേറ്റ് ഒന്നല്ല, നേരത്തെ ഞാൻ പഠിപ്പിച്ചെന്ന ട്രാൻസ്ഫോം പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് പ്രോപ്പർട്ടി ആക്സസ് ചെയ്യും. അതിൻ്റെ Y ആക്സിസ് മാത്രമാണ് ആക്സസ് ചെയ്യുന്നത്. കാരണം നമുക്ക് പോകേണ്ടത് ടോപ്പ് ടു ബോട്ടം ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പോകേണ്ടത് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ Y ആക്സിസ് ആക്സസ് ചെയ്യും. നമ്മൾ ഇനീഷ്യലി 0 കൊടുക്കും. കാരണം ഇനീഷ്യലി നമുക്ക് 0 എന്നാണ് തുടങ്ങേണ്ടത്. അതിനുശേഷം അതൊരു 50% എത്തുമ്പോൾ നമുക്കതിനെ ഒരു -20 പിക്സൽ മേലേക്ക് കൊണ്ടുപോകണം. കാരണം വെറും 20 പിക്സൽ കൊടുത്താൽ മേലെ നിന്ന് താഴത്തേക്കാണ്. മൈനസ് കൊടുത്താൽ അത് സെൻറ്ററിൽ നിന്ന് മേലേക്ക് പോകും. അതിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എക്സാമ്പിൾ കാണാം. അടുത്ത് നമ്മൾ 100% കൊടുക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ 50, അതായത് അതിൻ്റെ ആനിമേഷൻ എൻഡ് ചെയ്യുന്നത് 100%. അവിടെ നമ്മൾ തിരിച്ച് 0 കൊണ്ടുവരും. പിന്നെ നമ്മൾ -20 ചെയ്യും, 0 കൊണ്ടുവരും. പിന്നെ -20 ചെയ്യും, 0 കൊണ്ടുവരും. അങ്ങനെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സേവ് ചെയ്താൽ നിങ്ങൾക്ക് നേരത്തെ പോലെ ഇവിടെ ആനിമേഷൻ ഒന്നും കാണില്ല. കാരണം നമ്മളിവിടെ ആനിമേഷൻ പ്രോപ്പർട്ടി ഈ ഡിവിന് ബൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്കത് ഇൻഡിവിജ്വലായിട്ട് ബൈൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ വാല്യൂസ് കൊടുക്കാനും പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ലോഡർ 1-നാണ് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ലോഡർ -1 എന്ന് ഇടും. അപ്പോൾ അതിനാണെന്ന് കൺഫേം ചെയ്യാൻ index.html പോയിട്ട് നോക്കാം. അപ്പോൾ അവിടെ ലോഡർ 1 ഉണ്ട്. ഇനി നമുക്ക് ഈ ലോഡർ 1 നമ്മൾ ആനിമേഷൻ എന്ന് പ്രോപ്പർട്ടി എഴുതും. കാരണം നമ്മൾ ഷോർട്ട് ഹാൻഡിലാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആനിമേഷൻ എന്ന് എഴുതും. ആനിമേഷൻ്റെ പേര് എഴുതും, അതായത് ലോഡർ. അതിൻ്റെ ഡ്യൂറേഷൻ കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 0.6 seconds ആണ് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ടൈമിംഗ് ഫംഗ്ഷൻ, അതായത് ലീനിയർ. പിന്നെ അത് നമുക്കൊരു
0.1 സെക്കൻഡ് ഡിലേ കൊടുക്കാം. പിന്നെ അത് ഇൻഫിനിറ്റ് ആയിട്ട് റൺ ചെയ്തോട്ടെ. ഇപ്പോൾ സേവ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സാധനം മേലേക്കും അടിക്കും ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നത്. ഇനി നമുക്ക് ഇതേ സെയിം കോൺസെപ്റ്റിൽ തന്നെ ഈ രണ്ടെണ്ണം കൂടി ചെയ്താൽ മതി. പക്ഷെ അത് ഡിഫറെൻറ്റ് ടൈമിൽ ചെയ്യണം. കാരണം ഒരേ ടൈമിൽ ചെയ്താലുള്ള പ്രശ്നം ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഈ ലോഡർ 1 തന്നെ നമുക്ക് 2 പ്രാവശ്യം കോപ്പി ചെയ്യാം. അപ്പോൾ ഈ കോപ്പി ചെയ്യാൻ ഞാൻ ഉപയോഗിച്ച ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ സാധനം സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+C Ctrl+V അടിക്കുന്നതിൻ്റെ പകരം ജസ്റ്റ് ഷിഫ്റ്റും ഓൾട്ടും ഹോൾഡ് ചെയ്തിട്ട് ആരോ കീ അപ്പ് ആൻഡ് ഡൗൺ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കിത് മേലേക്ക് അടിക്ക് ചെയ്താൽ ഇത് കോപ്പി ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ഈ 1 മാറ്റിയിട്ട് 2 എന്നും ആക്കാം, ഇത് നമുക്ക് 3 എന്നും ആക്കാം. ഇവിടെ യൂഷ്വലി കോംപ്ലക്സ് ആനിമേഷൻ ആണെങ്കിൽ, അതായത് ഡിഫറെൻറ്റ് ആനിമേഷൻ ആണെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു കീ ഫ്രെയിം യൂസ് ചെയ്യാറില്ല. ഞാൻ ഓരോ ആനിമേഷനും, അതായത് ഓരോ ഡിവിനും ഓരോ കീ ഫ്രെയിം ആയിരിക്കും യൂസ് ചെയ്യുക. പക്ഷെ ഇവിടെ നമ്മൾ ലോജിക്ക് സെയിം ആയതുകൊണ്ട് ഞാൻ വെറുതെ 2-3 കീ ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഫയൽ സൈസ് കൂട്ടുന്നില്ല. അതുകൊണ്ട് ഒറ്റ കീ ഫ്രെയിമിൽ തന്നെ ടൈം സെക്കൻഡ് ഡിലേ വരുത്തിയിട്ടാണ് ഞാൻ ആനിമേഷൻ അച്ചീവ് ചെയ്യുന്നത്. ഇപ്പോൾ സേവ് ഇട്ട് ബാക്കി പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും ആ 3ഉം ഒറ്റ ടൈമിലാണ് പോകുന്നത്. കാരണം നമ്മളിവിടെ ഡിലേ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഡിലേയുടെ യൂസ് കേസ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ 2 സെക്കൻഡ് കൊടുത്തു, ഇവിടെ ഞാൻ 0.3 സെക്കൻഡ് കൊടുത്തു. ഇതിപ്പോൾ സേവ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ ആനിമേഷൻ നമുക്ക് സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമുക്ക് CSSൽ ആനിമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഷോർട്ട് ഹാൻഡ് മെത്തേഡ് കൊടുത്തുകൊണ്ട് നമ്മളിപ്പോൾ ആനിമേഷൻ നല്ല ക്ലീൻ ആയിട്ട് കിട്ടി. പക്ഷേ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഇനിയും ഷോർട്ട് ആക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ 0.1 സെക്കൻഡ് എന്നുള്ളതാണ് ആകെ ഡിഫറൻസ് ഉള്ള ഇതിൽ. ബാക്കി എല്ലാതും സെയിം ആണ്. അപ്പോൾ ഈ സെയിം സാധനം റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ പകരം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളിവിടെ 0.6 മാറ്റി കഴിഞ്ഞാൽ അത് എല്ലാത്തേക്കും പോയി മാറ്റേണ്ടി വരും. അപ്പോൾ അതിലും ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഇവിടെ 1ൻ്റെ ഇവിടെ വന്നിട്ട് കോമ ഇട്ടിട്ട് ലോഡർ 2 എന്ന് എഴുതാം, പിന്നെയും കോമ ഇട്ടിട്ട് ലോഡർ 3 എന്നും കോൾ ചെയ്യാം. അപ്പോൾ ഈ 3ന് ഇപ്പോൾ ഈ സെയിം ആനിമേഷൻ കിട്ടും. ഇനി നമുക്ക് ആകെ ഇവിടെ വ്യത്യാസം വരുന്നത് ഈ ഡിലേ ആണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇവിടെ ഇൻഡിവിജ്വലി വന്നിട്ട് ജസ്റ്റ് ആ ഡിലേ കൊടുത്താൽ മതി. അപ്പോൾ അതിനായി നമ്മളിവിടെ ആനിമേഷൻ ഡിലേ ചെയ്തിട്ട് 0.2 സെക്കൻഡ് കൊടുക്കും. അതേപോലെ ഈ ആനിമേഷൻ ഡിലേ കോപ്പി ചെയ്തിട്ട് ഞാൻ ഇതിനും കൊടുക്കും. ഇപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഷോർട്ട് കട്ട് കാണണമെങ്കിൽ ജസ്റ്റ് ഷിഫ്റ്റും ഡിലീറ്റ് അമർത്തിയാൽ മതി. കാരണം എൻ്റെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോളജ് എത്ര ചെറുതായാലും അത് നോളജാണ്. അപ്പോൾ അത് കണ്ടിന്യൂഷനാണ് പിന്നെ ഞാനിപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ ഷോർട്ട് കട്ട്സും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. കാരണം ആ സബ്സ്ക്രൈബർ പറഞ്ഞത് ശരിയാണ്, എനിക്കിത് അറിയാമെന്ന് വിചാരിച്ചിട്ട് എനിക്കിത് ചെറുതാണെന്ന് വിചാരിച്ചിട്ട് കാരണം വേറൊരു ആൾക്ക് ഇത് അറിഞ്ഞൊന്നും വരില്ല. അപ്പോൾ ഇനി നമ്മളിവിടെ ഇതേപോലെ ഷിഫ്റ്റും ഡിലീറ്റ് അമർത്തിയാൽ ഇത് ഡിലീറ്റ് ആവും. ഇത് നമുക്കിവിടെ ജസ്റ്റ് 0.2 മാറ്റിയിട്ട് 0.3 കൊടുക്കാം. ഇപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സെയിം ആനിമേഷൻ തന്നെ കിട്ടി. പക്ഷേ ഇപ്രാവശ്യം നമ്മളിവിടെ സിംപ്ലിഫൈ ചെയ്തു. അതായത് ലോഡർ 1 2 3ന് ആ ഫുൾ ആനിമേഷൻ കൊടുത്തു, ആനിമേഷൻ ഡിലേ മാത്രം നമ്മൾ 2നും 3നും കൊടുത്തു. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, 2 വഴിയിലും ചെയ്യാം. ഈ ഒരു അപ്രോച്ച് ബാക്കി എല്ലാതും കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമാണ് ഇത് എടുക്കാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ ഈ 0.1 സെക്കൻഡ്, അതായത് ഈ ഡിലേ ഒഴിച്ച് ബാക്കി എല്ലാതും കോൺസ്റ്റന്റ് ആണ്. അതൊരിക്കലും മാറില്ലെങ്കിൽ മാത്രമാണ് ഈ അപ്രോച്ച് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് മാറുന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഈ അപ്രോച്ച് എടുക്കരുത്. കാരണം അത് പിന്നെ വേസ്റ്റ് ആണ്. പിന്നെ നിങ്ങൾ ഈ ആനിമേഷൻ്റെ ഓരോ ഫംഗ്ഷൻസ് ഇൻഡിവിജ്വലായിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ കൂടെ നിങ്ങൾക്ക് CSSൻ്റെ ആനിമേഷൻ്റെ ബേസിക്സ് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി എത്ര കോംപ്ലക്സ് ഉള്ള സാധനം പോലും ചെയ്യാൻ പറ്റും. അപ്പോൾ കാരണം നിങ്ങളൊരു വെബിലൊരു ആനിമേഷൻ കണ്ടാൽ അത് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. പക്ഷെ അത് നിങ്ങൾ അപ്രോച്ച് ചെയ്യണ പോലെ ഇരിക്കും. ഇനി നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്ന ടാസ്ക് ഭയങ്കര സിമ്പിളാണ്. കാരണം ഞാനിത് കുറേ പഠിപ്പിക്കുന്നതല്ലാണ്ട് നിങ്ങളിത് പഠിക്കേണ്ടെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ നിങ്ങളിത് പഠിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ചെറിയ ടാസ്ക് തരുന്നു. ജസ്റ്റ് ഈ ഒറ്റൊരു ലോഡർ 1 എന്നുള്ള ഡിവ് വെച്ചിട്ട് ഈ സിമ്പിളായിട്ടുള്ളൊരു സ്പിന്നർ ക്രിയേറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ ലിങ്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എൻ്റെ ഇമെയിലോ ഇത് സെൻഡ് ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നതാണ്. 5ൽ കൂടുതൽ ആൾക്കാർ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പം ഞാനത് വേണമെങ്കിൽ ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾ കോഡൊക്കെ അതിൽ റിവ്യൂ ചെയ്യാം. പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ കോഡ് ഇത്രയും മതി. ഇനി നമുക്ക് അടുത്ത ട്യൂട്ടോറിയൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.